ഇന്ന് നമ്മൾ ഇവിടുത്തെ ഒരു നാടൻ റെസിപ്പിയൊന്നും അല്ല കേട്ടോ ചെയ്യണത്, സൗദിയിലുള്ള റെസിപ്പിയാണ്. സൗദിയിൽ നോമ്പിൻ്റെ സമയത്തും അല്ലാത്ത സമയത്തൊക്കെ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഈത്തപ്പഴം തന്നെ എടുക്കുക, നല്ല നീളത്തിലുള്ള ഈത്തപ്പഴം എടുക്കുക. എന്നിട്ട് നമ്മളിതാ ജസ്റ്റ് ഒന്നിങ്ങനെ കീറിയിട്ട് അതിൽ കുരുവൊക്കെ കളയുന്നുണ്ട്. ഇത് ഇഫ്താറിന് മാത്രമല്ല കേട്ടോ, നമുക്ക് സ്നാക്കായിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ സമയമില്ലാത്തപ്പോൾ നമുക്കിത് കുറച്ചൊരു 5-8 എടുത്ത് കഴിച്ചാൽ മതി കേട്ടോ. അത്രയും നല്ല ഹെൽത്തി ആയിട്ട് നല്ല കലോറിയൊക്കെ ഉള്ളൊരു റിച്ച് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഞാനിതാ കുറച്ച് ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 10-12 ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതൊന്നിങ്ങനെ ജസ്റ്റ് ഒരു തരിതരിപ്പായിട്ടൊന്നിങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ഫൈനായിട്ട് പൊടിക്കേണ്ട. പിന്നെ അതുപോലെ തന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു 2 നട്ട്സ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് നട്ട്സാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബിസ്ക്കറ്റ് അതുപോലെ തന്നെ നമുക്ക് ഏത് ടീ ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഒരുപാട് ഫ്ലേവർ ആയിട്ടുള്ള അങ്ങനെ ക്രീം ബിസ്ക്കറ്റ് അങ്ങനെയുള്ളതല്ല. ഇതുപോലെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പാർലേജി ടൈപ്പ് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ആ ബിസ്ക്കറ്റൊക്കെ എടുക്കാം. അപ്പം നമുക്ക് ഏതും എടുക്കാം. അപ്പോൾ ഞാൻ രണ്ടും എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇതുപോലെ ഈ ആരോ റൂട്ടും കുറച്ച് ചോക്ലേറ്റ് ബിസ്ക്കറ്റും എടുത്തിട്ടുള്ളായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് തഹീന പേസ്റ്റാണ്. തഹീന പേസ്റ്റ് പറയുമ്പോൾ വൈറ്റ് എള്ളുണ്ടല്ലോ, ആ വൈറ്റ് എള്ളിൻ്റെ പേസ്റ്റാണ്. ഇപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഒരു എണ്ണയിൽ ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ളതാണ്, നമ്മൾ പീനട്ട് ബട്ടറൊക്കെ പോലെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഞാനിതാ കുറച്ച് തഹീന പേസ്റ്റ് ഏകദേശം ഒരു 2-3 സ്പൂൺ ആദ്യം ഒരു ട്രേയിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബദാം പൊടിച്ചതും കാഷ്യൂനട്ട് പൊടിച്ചത് അതുപോലെ തന്നെ നമ്മൾ 2 ടൈപ്പ് ബിസ്ക്കറ്റ് പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല, ആരോ റൂട്ടും അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റും, ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതാ മിക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ആ ഒരു തഹീന പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എല്ലാം കൂടി ഡ്രൈ ആയിട്ട് നിൽക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് നിൽക്കണം എല്ലാം കൂടെ. അപ്പോൾ അതാ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്ന ഈത്തപ്പഴത്തിലേക്ക് ഈ ഒരു ഫില്ലിങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് സ്റ്റഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് മാത്രമായിട്ടും എടുക്കാം കേട്ടോ. ഞാനിവിടെ രണ്ടും കുറേശ്ശെ എടുത്തതേ ഉള്ളൂ. കാഷ്യൂനട്ട് മാത്രം ഉള്ളെങ്കിൽ അതെടുക്കാം, ബദാം ആണെങ്കിൽ അതെടുക്കാം. അതുപോലെ തന്നെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വേണമെന്നൊന്നുമില്ല, സാധാരണ ആരോ റൂട്ടോ അല്ലെങ്കിൽ പാർലേജി ടൈപ്പ് ആ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ഏത് ടീ ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഒരുപാട് ഫ്ലേവേർഡ് ആയിട്ടില്ലാത്ത ബിസ്ക്കറ്റ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റും നട്ട്സും വെച്ചിട്ട് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഞാനിതെല്ലാം ഫില്ല് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ബാക്കി ഫില്ലിങ് ഞാൻ എടുത്തു വെച്ചു, പിന്നീട് നമുക്കത് ഫില്ല് ചെയ്തെടുക്കാം. കുറച്ച് ദിവസമൊക്കെ നമുക്ക് പുറത്ത് തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. നമ്മുടെ നാട്ടിലത്തെ ഒരു ടേസ്റ്റ് അല്ല, പുറത്തുള്ള ഹലാവയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. ആ ഹലാവയുടെ ടേസ്റ്റ് ആയിട്ട് അതേപോലെ തന്നെയാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.